എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഇഷ്ടം ബോട്ടിൽഡ് ഡ്രിങ്ക്സിനോടാണ്. അതായത് കൊക്കക്കോള, പെപ്സി, 7up ഇതേപോലത്തെ ബോട്ടിൽഡ് ആയിട്ടുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ മധുരമുണ്ട് നല്ല ജ്യൂസസ്, അതായത് ബോട്ടിൽഡ് ജ്യൂസസിനോടൊക്കെയാണ് കുട്ടികൾക്ക് താല്പര്യം. ഇതിനകത്തിലെ ഈ ഒരു ബോട്ടിലിന്റെ ഷേപ്പ്, അതേപോലെ തന്നെ കളർ, ഇതൊക്കെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ഇപ്പൊ ക്ലിനിക്കിൽ വരുന്നത് വെച്ചിട്ടാണെങ്കിലും അല്ലാതെ ഞാൻ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഫ്രഷ് ജ്യൂസിനോടൊന്നും വലിയ താല്പര്യമില്ല. അവർക്ക് എല്ലാവർക്കും ഈ കൊക്കക്കോള, പെപ്സി പരസ്യത്തിൽ കാണുന്ന രീതിയിൽ ഉള്ള കുടിക്കുക, അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ എനർജി വരും, അത് നല്ലതല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായങ്ങൾ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ ഇതിനോടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമുക്ക് നല്ലതാണോ? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് അതെങ്ങനെയാണ് ദോഷം ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. ഇന്നത്തെ വിഷയം അതാണ്. അപ്പോൾ ഇത് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളിത് എല്ലാവരുടെയും ഷെയർ ചെയ്യുക. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് സോഡ, അതേപോലെ തന്നെ അതേപോലത്തെ കണ്ടന്റുള്ള കൊക്കക്കോള ആയാലും പെപ്സി ആയാലും മറ്റേ എല്ലാ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ബോട്ടിൽ ഡ്രിങ്ക്സും പല പല ആർട്ടിഫിഷ്യൽ കളേഴ്സ് ചേർന്ന് വരുന്നതാണെന്ന് ഓർക്കണം. അത് തന്നെയല്ല, ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിനെയാണ്. ഇത് വാട്ടറിലൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ജ്യൂസസ് ഒക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇതിനകത്തിൽ ധാരാളം പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ആർട്ടിഫിഷ്യൽ ഷുഗർ ഉണ്ട്, അങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ. ഇതൊന്നും നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളതാണ് വ്യക്തം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഈ ടൈപ്പുള്ള ഡ്രിങ്ക്സ് നമ്മൾ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ പൊതുവെ ഇതിനകത്തിലെ കണ്ടന്റ്സ് കാരണം, അതായത് പ്രിസർവേറ്റീവ് ആയ സോഡിയം ബെൻസോയേറ്റ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഷുഗർ, അതായത് സുക്രോസ് പോലത്തെ ആർട്ടിഫിഷ്യൽ ഷുഗറും, ഇതെല്ലാം കുട്ടികളുടെ ബ്രെയിനിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഭയങ്കരമായിട്ട് അവരെ ഹൈപ്പർ ആക്റ്റീവ് ആക്കുക, അതായത് ഭയങ്കരമായിട്ട് അവർക്ക് ആക്ടിവിറ്റി കൂടുക. എന്താ പറയുക, നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് പിരിവിരിപ്പ് കൂടുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ അത് കൂട്ടുക. അതേപോലെ തന്നെ കുട്ടികളുടെ മെമ്മറി പവർ കുറയ്ക്കുന്നു, അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ആ ഒരു ഏകാഗ്രത കുറയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾക്ക് സാധാരണ ഈ ടൈപ്പുള്ള ഡ്രിങ്ക്സിലൂടെ കാണാൻ പറ്റും. ഇത് മാത്രമല്ല, ഈ തരത്തിലുള്ള മധുരങ്ങൾ കുടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആ ഒരു സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ നാക്കിൽ ആ മധുരം രുചി നമുക്ക് തോന്നിപ്പിക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ടും മധുരം തിന്നണം എന്നുള്ളൊരു ക്രേവിങ് അവർക്ക് തോന്നും, ആ ഒരു സെൻസേഷന്റെ കാരണം. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് മധുരം തിന്നാനുള്ള, മധുരം കുടിക്കാനുള്ള ഒരു ആസക്തി ഇതിൽ കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നാച്ചുറലായിട്ട് എന്ത് പറ്റും, അവരുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ആവുകയും അവർക്ക് കലോറി അവരുടെ ശരീരത്തിൽ കൂടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ബാധിക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് ചെറുതിലെ തന്നെ മെറ്റബോളിക് ആയിട്ടുള്ള, അതായത് പ്രമേഹം, അതേപോലെ തന്നെ അമിതമായ കൊഴുപ്പ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഇവർ അടിമപ്പെടുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും ഒരുപാട് സ്വീറ്റ്സ് കഴിക്കല്ലേ, പല്ലുകൾക്ക് കേടാണ്. അപ്പം ഇത് ക്രമേണ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഡ്രിങ്ക്സ് പല്ലുകളുടെ ഇനാമലിനെ ഡാമേജ് ചെയ്യും. ഇപ്പോൾ കുട്ടികളുടെ പല്ലുകളും അതേപോലെ ബോണായാലും എല്ലാം, ബോൺസും ടീത്തും ഒക്കെ അത്രയ്ക്ക് സ്ട്രോങ് അല്ലാണ്ട് ഇവർക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് വേണം എന്നാണെങ്കിൽ അവർക്ക് ഫ്രഷ് ജ്യൂസ് ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. ഫ്രഷ് ജ്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ അധികമായിട്ട് മധുരമൊന്നും ആഡ് ചെയ്യാണ്ട് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഹണിയോ എന്തെങ്കിലും ഒഴിച്ച് ആ രീതിയിൽ ഹെൽത്തി ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കുഞ്ഞുങ്ങൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഇവർ ചോദിക്കുകയാണ്, ബോട്ടിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഇതിന് ദോഷവശങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. ഇതിനകത്ത് ചേർക്കുന്ന കളേഴ്സ് എല്ലാം ആർട്ടിഫിഷ്യലാണ്, അതേപോലെ സോഡിയം ബെൻസോയേറ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മളുടെ ശരീരത്തിനെ വളരെ നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് കുടിക്കാൻ പാടില്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അവർക്ക് കുറേ സമയം വിശപ്പ് ഉണ്ടാവില്ല. അപ്പം അവർക്ക് ആ ഒരു വയറ് കുടിച്ചു കഴിയുമ്പം അവർക്ക് ഒരു ഫുൾനെസ് ഫീൽ ചെയ്യും, വയറിന് മതി, അല്ലെങ്കിൽ ആഹാരം സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഒരു എനർജൈസ്ഡ് ആയെന്നൊരു തോട്ട് കുട്ടികൾക്ക് വരും. അത് ഇതിനകത്തിലെ കണ്ടൻസ് കാരണമാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കും. കാരണം ഇതിനകത്തിലെ ഹൈ കലോറിയും ഹൈ ഷുഗർ കണ്ടൻസും ഒക്കെ അവരെ പല രീതിയിൽ അവരുടെ വളർച്ചയിൽ പല ഘട്ടങ്ങളെ അത് ബാധിക്കുന്നു.
അവരുടെ ഗ്രോത്ത് ആണെങ്കിലും അതേപോലെ തന്നെ അവരുടെ ബുദ്ധി കൂർമ്മത ഇതെല്ലാം അവർക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്നവരാണ് ഇതിനൊരു ശരിക്കും ഒരു മാർഗദർശികളാണ്. പലപ്പോഴും മുതിർന്നവർ കുടിക്കുന്നത് കണ്ടാണ് കുട്ടികൾക്ക് ഇതിനുള്ള ടെൻഡൻസി കൂടുന്നത്. അപ്പം നമ്മൾ തന്നെ ആദ്യം കറക്റ്റ് ചെയ്തിട്ട് വേണം അത് കുഞ്ഞുങ്ങൾക്കും കൂടി പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇനിയൊരു തലമുറ നമ്മൾക്ക് അമിതമായിട്ടുള്ള രോഗങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴേ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ലൈഫ് സ്റ്റൈല് കാരണം ഒരുപാട് അസുഖങ്ങളാണ് നമുക്ക് ഡെയിലി ക്ലിനിക്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് ഈ ബോട്ടിൽ ഡ്രിങ്ക്സ് കൊടുക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് വാട്സാപ്പിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.